ഇത് ഒരു കാലത്ത് 2 ലക്ഷം രൂപ വില വന്നിരുന്ന മാങ്ങയാണ് ഇത് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് മിയാസാക്കി. അപ്പോൾ മിറാക്കിൾ ഫാമിൻ്റെ 3 വർഷം കൊണ്ട് കായ്ച്ചേക്കുന്ന മിയാസാക്കി മാവിൻ്റെ മരമാണ് നിങ്ങൾ കാണുന്നത്. ഇത് 1 2 3 4 5 ഒരു കാ പറിച്ചവർ 6 കാ ഉണ്ടായിട്ടുണ്ട്. അപ്പം മിറാക്കിൾ ഫാം പറയുന്ന ഓരോ കാര്യങ്ങളും ഇത് ഓരോ വെറൈറ്റീസും തരുന്നതും അത് പക്ക ആണ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ് എന്നുള്ളതെല്ലാം ഓരോ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസിൽ നിന്നും ഇങ്ങനെയുള്ള ഇതിൽ നിന്നും മിറാക്കിൾ ഫാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മിറാക്കിൾ ഫാമിന് ഈ ഒരു ബ്രാൻഡായി ഇതുവരെ എത്താനുള്ള ഒരു കാരണം, ദൈവാനുഗ്രഹവും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും. നമസ്കാരം, മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരാണ്, ഇന്ദിരാനഗറിൽ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വത്സ ചേച്ചിയുടെ വീടാണ് ഈ കാണുന്നത്. വത്സ ചേച്ചിയുടെ വീട്ടിൽ നമ്മുടെ മിയാസാക്കി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ മിയാസാക്കി കായ്ച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഏകദേശം കട്ടപ്പനയിൽ നിന്ന് അല്ലെ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് 400-450 കിലോമീറ്റർ വണ്ടി ഓടിയാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ചെയ്യുന്ന വത്സ ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് വത്സ ചേച്ചി. ആദ്യം തൊട്ടേ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാനായിട്ടും അങ്ങനെ അയച്ച് പരിചയപ്പെട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നതായിരുന്നു. അപ്പോൾ കുറെ നാളായി. കഴിഞ്ഞ പ്രാവശ്യം ആപ്പിള് നമ്മുടെ കായ്ച്ചായിരുന്നു അല്ലേ? എപ്പോഴും തന്നെ ഇപ്പോഴും കായ്ച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, അവിടെ കാകള് കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് കണ്ടോ, എപ്പോഴും തന്നെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് ഇവിടുന്ന് കാണാം. ഇതെല്ലാം ആ കായ്ച്ചേക്കുന്നതാണ് ആപ്പിള്. മിറാക്കിൾ ഫാമിന്റെ തൈ വെച്ചിട്ട് കായ്ച്ചേക്കുന്നതാണ് ബാംഗ്ലൂർ. ഇതിനു മുമ്പ് കായ്ച്ചിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം വേറെ കുറെ ഐറ്റംസ് ചേച്ചി വെച്ചിട്ടുണ്ട്, ഓറഞ്ച് കാര്യങ്ങളൊക്കെ. അതൊക്കെ കായ്ക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതെ, ബ്ലൂബെറി കുറച്ച് മെയിൻറ്റെയിൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും അത് റെഡിയായി വരും. പിന്നെ വേറൊരു ആപ്പിളൂടെ മേടിച്ച് വെച്ചില്ലായിരുന്നോ? അല്ല, അപ്പറ എന്നെ കാണിച്ചു. അത് കായ്ച്ചായിരുന്നോ? കായ്ച്ചിട്ടില്ല. അത് ഇവിടെ ലാൽബാഗിൽ നിന്ന് മേടിച്ചാണ്. പക്ഷെ ഇതുവരെ അത് കായ്ച്ചിട്ടില്ല. പക്ഷെ മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് കാഴ്ച കിട്ടിയത്. ഇവിടെ നമ്മുടെ പ്രേക്ഷകരോട് മിറാക്കിൾ ഫാമിൽ നിന്ന് മേടിച്ചാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പൊ മിയാസാക്കിയും വന്നപ്പോ ചെറിയൊരു തൈയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത് മിയാസാക്കി ആണെന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തത് മിയാസാക്കി തന്നെ ആണോ അത്. ഏതായാലും 1 വർഷം കഴിഞ്ഞപ്പോ അത് മേളോട്ട് കിളിത്തു വന്നു. ഇപ്പൊ ഇത്രയും വലുപ്പമായി. ഏതായാലും ഈ വർഷം 6 മാങ്ങായി ഉണ്ട്. ഇപ്പൊ എല്ലാരും ഇവിടെ എന്നെ ഇട്ട് കളിയാക്കി, ഇവിടെ ലക്ഷങ്ങളുടെ മാങ്ങായാ നിൽക്കുന്നത്. അപ്പൊ അതാണ്. പിന്നെ ഇതെല്ലാം ചേച്ചി ഇവിടെ ചെയ്യുന്നതാണ് ഓരോ കൃഷികൾ. പിന്നെ മിറാക്കിൾ ഫാമുമായിട്ട് ഇത്രയും നാൾ ബന്ധപ്പെട്ട ഓരോ സാധനങ്ങൾ വെച്ചു, അതിന്റെ റിസൾട്ടുകൾ കിട്ടി. എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ള ചേച്ചിക്ക്? എനിക്ക് നല്ല അഭിപ്രായമാ. എന്നാന്ന് വെച്ചാല് വാങ്ങിയ ഒരു സാധനങ്ങളും അങ്ങനെ കേടായി പോവുകയോ അങ്ങനെ ഇതായിട്ട് വരുമ്പോ ചെയ്തിട്ടില്ല. എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വരുത്തുന്ന ഒരു പ്രയാസം മാത്രമേ, ദൂരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ എത്തി. പിന്നെ മിറാക്കിൾ ഫാം പറഞ്ഞതും കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓരോ കസ്റ്റമറുടെ റിവ്യൂ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ കൊടുത്തത് അതുപോലെ കായ്ക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഓറഞ്ച് ആണേലും ആപ്പിൾ ആണേലും മിയാസാക്കി മാങ്ങ ആണെങ്കിൽ പോലും അല്ലെ മാവാണെങ്കിൽ പോലും അങ്ങനെ എല്ലാം തന്നെ നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹം. അപ്പോൾ ഇതുവരെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഇതുപോലുള്ള നല്ല കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് മിറാക്കിൾ ഫാം ഈ ഒരു രീതിയിൽ എത്തിയതും എല്ലാം. അപ്പോൾ അതെ, ഓറഞ്ച് അതിപ്പോ അത് വളവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അത് വെയിലുള്ളിടത്തായിട്ട് ഇതും പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി വെക്കണേ. ഇതുണ്ടോ, ഇതാണ് മിറാക്കിൾ ഫാമിന്റെ ആപ്പിള് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2.5-3 വർഷം ആവുന്നു. ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട്. ഇതേ അടുത്ത ഇത് റെഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് കേട്ടോ, ഇതെല്ലാം കായകളാണ് മിറാക്കിൾ ഫാമിന്റെ വെച്ചേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓരോ കാര്യം മനസ്സിലാവും. മിറാക്കിൾ ഫാം പറഞ്ഞതും അല്ലെങ്കിൽ കൊടുത്തതുമായിട്ടുള്ളത് ഇതുപോലെ കായ്ക്കുന്ന വെറൈറ്റീസ് ആണ്. അത് ചേച്ചി തന്നെ പറഞ്ഞു, വന്നപ്പോൾ ചെറിയ തൈയായിരുന്നു. അത് പപ്പ വീഡിയോസിൽ പറയാറുണ്ടായിരുന്നു, തൈക്ക് സൗന്ദര്യം കുറവായിരുന്നെങ്കിലും തരുന്ന സാധനം അത് ഒറിജിനലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ ഇത് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുണ്ട്, ഇതാണ് നമ്മുടെ മിയാസാക്കി. ഇത് നെറ്റ് ഇട്ടേക്കുന്ന കുരങ്ങിൻ്റെ ശല്യം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം മിയാസാക്കിയാണ് ഈ കാഴ്ചയ്ക്കുന്നത്. കണ്ടോ, നല്ല കളറുണ്ട്, നല്ല കളറിലാണ് അയക്കുന്നത്. അത് ആ ഒരു റെഡ് ഇതുണ്ടോ, റെഡ് കളറിലുള്ള പൗച്ചൂടെ നമ്മുടെ ചൈനക്കാരുടെ വീഡിയോ ഒക്കെ കാണുന്ന പോലെ ഉള്ളൊരു ഇതിൽ ആ ഒരു പൗച്ചിലാണ് ഇത് പൊതിഞ്ഞിട്ടേക്കുന്നത്. ഇതുണ്ടോ, ബാക്കിയുള്ളതും കവർ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു ഇതാണ്.
ഇതുണ്ട് ഈ ചെറിയൊരു ഗ്യാപ്പിൽ ഈ ടൗണിലാണ് കേട്ടോ, നിങ്ങൾക്ക് ടൗണിൽ ഈ ഒരു സിറ്റി ഏരിയ ആണ് ഈ കാണുന്ന മൊത്തം. ഇതുണ്ടോ ഇതിൻ്റെ ഈ മേളിൽ ചെറിയൊരു ഗ്യാപ്പിലാണ് ചേച്ചി ഈ കൃഷികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇത് ചെറിയൊരു സ്റ്റേജ് പോലെ ഒരു ഉണ്ടാക്കി ബാക്കി ചെയ്യുന്നത് പേരക്കയാണേലും ഇതുപോലെ തന്നെ ഇത് ഓറഞ്ച് കായ്ച്ചു കിടക്കുന്നു. എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ചെറിയൊരു ഇടയിൽ. ഇതുണ്ടോ മാംഗോസ് ആണേലും എല്ലാം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടെയാണ് വത്സ ചേച്ചി. ഇപ്പോൾ മിറാക്കിൾ ഫാമിൽ നിന്ന് മേടിച്ച് വെച്ചിട്ട് മൂന്നാം വർഷം കൊണ്ടാണ് കായ്ച്ചേക്കുന്നത്. അപ്പോൾ വത്സ ചേച്ചിയുടെ ഒരു ചെറിയ ഗാർഡനിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാംഗ്ലൂർ. അപ്പോൾ ഇതെല്ലാം ഈ ചെറിയൊരു ഇടയിൽ ചെയ്തേക്കുന്നതാണ്. അത് മാത്രമല്ല ഇപ്പം ഇത് ഇവിടെ 1, 2, 3, 4 എത്ര കായ ഉണ്ടായിരുന്നു? 6 കായ ഉണ്ടായിരുന്നു. ഒരെണ്ണം പറിച്ചു കഴിച്ചല്ലേ? എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ? നല്ല ഇത് പിന്നെ നല്ലപോലെ പഴുത്ത് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പറിച്ചു കഴിച്ചു. നല്ലായിരുന്നു. തൊണ്ടിന് കയ്പോ കാര്യങ്ങളൊന്നും ഇല്ലില്ല. സോഫ്റ്റ് ആയിട്ടുള്ള അത് നമുക്ക് അങ്ങോട്ട് പൂളി എടുക്കാൻ ഒത്തിരി രസം തോന്നുമായിരുന്നു. നല്ല പിന്നെ വേറൊരു കേസ് കേടുകളൊക്കെ കുറവല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പപ്പ പറയുന്നു ഇതിന് ഒന്ന് കണ്ടേക്കുന്ന ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ കേട് കുറവാണ്. മിയാസാക്കി ഏകദേശം 2 ലക്ഷം രൂപ ഒക്കെ വില ഉണ്ടായിരുന്നു, അല്ലെ 1.5 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന അങ്ങനെ ഒരു ഇതിൽ കയറി വന്ന വെറൈറ്റിയാണ് മിയാസാക്കി. ശരിയല്ലേ? അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ 3 വർഷം മുമ്പ് മേടിച്ച് വെച്ച വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഗൂഗിളിലുള്ള ഫോട്ടോയുടെ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കളറും കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് മിയാസാക്കി മാംഗോയുടെ ഇത് കളറും അതിൻ്റെ ഷെയ്ഡുമാണ് ഈ കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതേലെ ആ ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോട്ട് ആയിട്ടുള്ള ഷെയ്ഡാണിത്. അത് നമ്മുടെ ഈ ഇതിൽ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ അതിൻ്റെ കളറ്. അപ്പം ഇതിവിടെ കായ്ച്ചേക്കുന്നു, അവിടെയുണ്ട്, അപ്പുറമുണ്ട് കായ്കൾ. ഉണ്ടോ ഇത്രയും ചെറിയൊരു ചെടിയിലാണ് ഇതുപോലെ കായ്ച്ചേക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മിയാസാക്കിയും അതുപോലെ തന്നെ ആപ്പിളും ഓറഞ്ചും ഒക്കെ കായ്പ്പിക്കാം. മിറാക്കിൾ ഫാം തരുന്ന ഓരോ തൈയും അതുപോലെ ആയിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇതുപോലെ കായ്ച്ചു കിടക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ഇപ്പം ഏകദേശം 400 കിലോമീറ്റർ 450 കിലോമീറ്റർ ദൂരത്തുനിന്ന് നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തൈകളൊക്കെ വീട്ടിൽ വെക്കേണ്ടവർക്ക് ഒന്നെങ്കിൽ മിറാക്കിൾ ഫാമിൻ്റെ ഓൺലൈനായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് ഒന്ന് കട്ടപ്പന, ഇടുക്കി കട്ടപ്പനയാണ് മിറാക്കിൾ ഫാമിൻ്റെ ഒരു ബ്രാഞ്ച് ഉള്ളത്. പിന്നെ ഉള്ളത് അങ്കമാലി കറുകുറ്റി, മിറാക്കിൾ ഫാം ഹൗസ് കറുകുറ്റി ലൊക്കേഷൻ. അപ്പോൾ രാവിലെ 9 to 5 വരെ 5:30 വരെയാണ് നമ്മുടെ ഫാമിൻ്റെ സമയം. അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വേണമെങ്കിലും ഇതിൻ്റെ മിയാസാക്കിയുടെ തൈകൾ മേടിക്കാം. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോന്ന് കൃഷി ചെയ്യാം. അത് നമ്മൾ തരുന്ന വെറൈറ്റി അത് ഒറിജിനൽ കറക്റ്റ് ആയിരിക്കും. അതാണ് നിങ്ങളെ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് ഇത്രയും നമ്മുടെ ഈ ഒരു വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.